ശ്രീ കെന്നഡി, നമ്മൾ ഈ ജനം ഡിബേറ്റ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപായി നമ്മൾ കാണിച്ചത് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ ബസ്തർ ബിഷപ്പാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ്, ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഛത്തീസ്ഗഡിൽ ഒരു ക്രൈസ്തവ വേട്ട നടക്കുന്നില്ല. BJP സർക്കാർ ഒരു തരത്തിലുള്ള വിവേചനവും കാണിച്ചിട്ടില്ല. സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് തന്നെയാണ് സഭയുടെ പ്രവർത്തനങ്ങൾ. മാത്രവുമല്ല, സർക്കാരിൻ്റെ പല പദ്ധതികളും നടപ്പാക്കാൻ അവിടുത്തെ ക്രൈസ്തവ സഭാ നേതൃത്വത്തെ, ക്രൈസ്തവ സഭയെ ഏർപ്പെടുത്തുക പോലും ചെയ്യുന്നു ഛത്തീസ്ഗഡ് ഗവൺമെൻറ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എങ്ങനെയാണ് ക്രിസ്ത്യൻ കൗൺസിൽ ഈ നിലപാടുകളെ, ഈ സത്യത്തെ നോക്കിക്കാണുന്നത്? നോക്കൂ ദിലീപ, ഏതാനും ദിവസങ്ങളായി വലിയ പ്രചരണങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ ഏതാണ്ട് രാജ്യ തലത്തിൽ തന്നെ, ഒരു പാൻ ഇന്ത്യൻ തലത്തിൽ തന്നെ മാധ്യമങ്ങൾ അഴിച്ചുവിട്ടിരുന്നത് ഒരു വലിയ പ്രചരണം തന്നെയാണ്. കാരണം അവർക്ക് വീട് കിട്ടിയ ഒരു ഇങ്ങനെ ഒരു ആരോപണം. അതിൽ ക്രിസ്ത്യൻ കന്യാസ്ത്രീകൾ അതിനകത്ത് പിടിക്കപ്പെട്ടു. ഇത്തരം ഒരു നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ കേരളത്തിലെ പ്രധാനമായും അത് ഏറ്റെടുത്തത് കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമാണ്. അത് ഏറ്റവും കൂടുതൽ വഷളാക്കാനും ഈ കളവ് ഇപ്പോൾ ജനം TV പുറത്തു കൊണ്ടുവന്ന തെളിവോടുകൂടി അത് മുഴുവൻ കളവാണെന്ന് തെളിയിക്കപ്പെട്ടെങ്കിലും ഈ വാർത്ത അവരെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉരുളാൻ തുടങ്ങും. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ എങ്ങനെയോ ഒരു കോൺഗ്രസ്സുകാരൻ വന്ന് പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ വാർത്ത ഈ പാനലിൽ വന്ന് ജോയിൻ ചെയ്ത് ഇരിക്കുന്നിടം വരെ ഈ വാർത്ത അറിഞ്ഞു എന്ന് എനിക്ക് സംശയമുണ്ട്. ശ്രീ കെന്നഡി, അദ്ദേഹം കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ്. എനിക്കറിയാം. ഞങ്ങൾ ഇതിനു മുമ്പും ഒരുപാട് തവണ ഡിബേറ്റ്സിൽ ഇരുന്നിട്ടുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇതുപോലൊരു കളവിന്റെ, ഇതുപോലൊരു ചമയ്ക്കപ്പെട്ട വാർത്തയുടെ പ്രചാരകരായി ആ പ്രചരണം ഏറ്റുപിടിക്കേണ്ട ഗതികേട് കോൺഗ്രസിന് വന്നു എന്നുള്ളതിൽ ലജ്ജിക്കേണ്ടതല്ലേ? അദ്ദേഹത്തിന് തല താഴ്ന്നിരിക്കേണ്ടതല്ലേ? ഇത് ആ കുടുക്കിൽ വീണുപോയി എന്ന് പറഞ്ഞാൽ തല താഴ്ന്നിരിക്കേണ്ടതല്ലേ? ഇനി അതിലും പോട്ടെ, ഇവിടുന്ന് ഈ വാർത്ത കേട്ട് കഴിഞ്ഞ ഉടനെ ഇന്ത്യയിൽ ഇതിനു മുമ്പും ഇത്തരം വാർത്തകൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് 2021 ഒരു 4-5 പുരോഹിതരെ ഇതേ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തിരുന്നതാണ്. ഇവിടുന്ന് ആരെങ്കിലും അങ്ങോട്ട് പോയോ? അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് മാത്രം കണ്ടുള്ള പോക്കാണെന്ന് നമുക്കറിയാം. MP പോയത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവർക്കൊരു അതായത് ഒരു സ്റ്റേറ്റിന് പുറത്തേക്കുള്ളൊരു പോർട്ട്ഫോളിയോ അവർക്ക് അവകാശപ്പെടാം. ഈ MLA കൂടി ഇവിടുന്ന് അങ്ങോട്ട് എന്തിനാണ് ഉരുണ്ട് കയറിയത്? അവരുടെ പോർട്ട്ഫോളിയോ ഈ സ്റ്റേറ്റിനകത്ത് മാത്രമല്ലേ? അവർ ഇവിടെ റോഡാകെ തോടായ പരുവം, അടുക്കളയിൽ ആന കയറുന്ന ഒരു സ്ഥിതി. ആശുപത്രിയിൽ പോയാൽ ആശ്വാസമല്ല, ആശ്വാസം പോകുന്ന ഒരു ഗതി. ഇതല്ല, ഈ 100,000 പ്രശ്നങ്ങൾ ഇവിടെ ഇട്ടിട്ട് ഇവരങ്ങോട്ട് തള്ളിക്കയറിയിട്ട് ഇവർക്ക് എന്ത് കിട്ടി? നന്നായി ഫോട്ടോ സെഷനിൽ അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞാൽ ഇവർ ശരിക്കും ലഭ്യരാകുകയാണ്. ഈ പോയവരൊക്കെ നാട്ടുകാർ പുച്ഛിക്കുകയാണ്. അവിടെ പോയിട്ട് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരാണെങ്കിലും ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണെങ്കിലും കന്യാസ്ത്രീയുടെ തോളെ കയറ്റുന്ന ഫോട്ടോ എടുക്കുമ്പം അവർക്ക് എന്ത് റോളുണ്ടായിരുന്നു? അവരെന്ത് ചെയ്തിട്ട്? അവരെന്താണ് ഇക്കാര്യത്തിൽ ഒരു എന്തെങ്കിലും ഒരു ചെറുവിരലനക്കാൻ അവർക്ക് കഴിഞ്ഞോ? കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇവിടുന്ന് പോയിട്ട് ഛത്തീസ്ഗഡിലെ അവരുടെ PCC പ്രസിഡന്റിനെ കൊണ്ട് അയാളുടെ അഭിപ്രായം ഒന്ന് തിരുത്തിക്കാനെങ്കിലും, അതായത് ഈ കന്യാസ്ത്രീകൾ കുറ്റക്കാരാണെന്നുള്ള മറ്റുള്ളവരുടെ സ്റ്റേറ്റ്മെന്റ് അയാൾ ഇറക്കിയിട്ട് അത് തിരുത്തിക്കാൻ പോലും കഴിയാത്ത കോൺഗ്രസ് നേതാക്കൾ തോളെ കൈയിട്ട് ഇളിച്ചോണ്ട് നിൽക്കുന്നു. പരിതാപകരം. ഇറ്റ്സ് എ പിറ്റി. ഏതായാലും ഇപ്പോ യാഥാർത്ഥ്യം പുറത്തേക്ക് വരുന്നു. ഇനി ഇത് ചർച്ച മറ്റൊരു മാധ്യമവും ഏറ്റെടുക്കില്ല. കണ്ടോളൂ, നാളെ നേരം വെളുക്കുമ്പോൾ ഈ വാർത്ത തെറ്റാണെന്നുള്ള ക്യാപ്സൂൾ രംഗത്ത് വരും. അത് ചർച്ച നടത്തും. ഈ ജനം TV കണ്ടെത്തിയ ഈ യാഥാർത്ഥ്യം ചർച്ച നടത്താൻ ഇന്ന് ഈ സന്ധ്യക്ക് ഏതെങ്കിലും ചാനലുണ്ടോ? ഇന്നലെ വരെ ഉണ്ടായ ഏതെങ്കിലും മാധ്യമങ്ങൾ ഇന്നുണ്ടോ? ഞാൻ സത്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഈ കളവ് പ്രചരിപ്പിച്ച ആരെങ്കിലും, ഇത്രയും പ്രൊപ്പഗണ്ട നടത്തിയ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർക്ക് താല്പര്യമുണ്ടോ സത്യം ചർച്ച ചെയ്യാൻ, കളവ് ചർച്ച ചെയ്യാൻ? അവർ തൊണ്ട കീറി
സത്യം ചർച്ച ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഉണ്ടാവില്ല നീലിമ. എനിക്ക് കൂടുതൽ പറയാനുണ്ട്. ഞാൻ അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ സംസാരിക്കാം.